ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സ്ട്രിങ്ങിനെ നമുക്ക് 5 രൂപത്തിൽ അതിൽ നിന്നും ആവശ്യമില്ലാത്ത ഡാറ്റകൾ നമുക്ക് റിമൂവ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഒരു സ്ട്രിങ്ങിൽ നിന്നും നമുക്ക് വേണ്ട ഭാഗങ്ങൾ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വേണ്ട ഡാറ്റകൾ നമുക്ക് സെലക്ട് ചെയ്യുന്ന 5 സ്റ്റെപ്പാണ്, 5 രൂപം ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് നെയിം എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഒരു നെയിം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ സൈറ്റിൻ്റെ പേര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആ സൂമിക്സ് എന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ വന്ന് അല്ലെങ്കിൽ ആ സൂമിക്സ് എന്നുള്ളത് മാത്രം ഇതൊന്ന് ഒഴിവാക്കണം. അപ്പോൾ നമുക്കിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രിൻ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് നെയിം എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് റീപ്ലേസ് എന്ന് ചേർക്കുക. ഇനി ഏതാണോ നമുക്കിതൊന്ന് റീപ്ലേസ് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അത് ഏതിലേക്കാണോ റീപ്ലേസ് ചെയ്യേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നൺ വാല്യൂ കൊടുക്കാം, ഒന്നുമില്ലാത്ത രൂപത്തിൽ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, ഇവിടെ വന്ന് ജസ്റ്റ് ഇൻഫോ എന്ന് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, വെയിറ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻഫോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇതിന്ന് സൂമിക്സ് എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ആ ടെക്സ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഇത് ഞാൻ കമൻ്റ് ആക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അടുത്തത് എഴുതുന്നുണ്ട്, പ്രിൻ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് നെയിം എന്ന് ചേർത്തതിന് ശേഷം ഈ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഇനി 0 മുതൽ എത്ര വരെയാണോ നമുക്കിതൊന്ന് ഒഴിവാക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. 0 സ്റ്റാർട്ടിങ് വാല്യൂ ആണ്. 0 1 2 3 4 5 6. അപ്പോൾ 6 വരെയുള്ള ഭാഗം നമുക്കിതൊന്ന് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത്രയും ഭാഗം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, നമുക്ക് ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഭാഗം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ സൂമിക്സ് എന്നുള്ള ഭാഗം മാത്രമായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. നമ്മളിവിടെ വന്ന് വീണ്ടും പ്രിൻ്റ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം നമുക്കിവിടെ വന്ന് നെയിം എന്ന് ചേർത്തു. അതിനുശേഷം നമ്മൾ പാർട്ടീഷൻ എന്നുള്ളൊരു മെത്തേഡിനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടുന്ന് ഏതാണോ പാർട്ടീഷൻ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സൂമിക്സ് എന്ന് ചേർത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് 1 എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ആണ് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ കൊടുത്ത ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. എന്നാൽ ഇവിടെ 2 ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടില്ല, അതായത് ഈ ഭാഗം ഒഴിവാക്കിയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇവിടെ 1 ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് നമ്മൾ ഏതാണോ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് ആ ഭാഗമായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യുക. എന്നാൽ ഇവിടെ വന്ന് നമ്മൾ 2 ആണ് കൊടുക്കണതെങ്കിൽ നമുക്കിവിടെ വന്ന് ആ ഇവിടെ കൊടുത്തത് കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇതും ഞാൻ കമൻ്റ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 മെത്തേഡ് ചേർത്ത് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, എന്നുള്ളൊരു പാക്കേജ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇമ്പോർട്ട്, അതിനുശേഷം എന്നുള്ളൊരു പാക്കേജ് ഇവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് പ്രിൻ്റ് എന്ന് ചേർത്തു. അതിനുശേഷം എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സബ് എന്ന് ചേർത്ത് കൊടുക്കാം, സബ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ സബ് എന്നുള്ളത് എന്നുള്ള പാക്കേജിലുള്ള ഒരു ഭാഗമാണ്. എന്നിട്ട് ഇവിടെ വന്ന് എന്ന് ചേർത്ത് കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ എസ്കേപ്പ് സീക്വൻസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്ന് ഏതാണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഭാഗത്തുള്ള ഡാറ്റാസ് നമുക്ക് ഈ രൂപത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്താണോ ആ വേരിയബിൾ ആ നെയിമും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കൂ, നമ്മൾ ആ കൊടുത്ത ഭാഗം, അതായത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത ഭാഗം റിമൂവ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഡാറ്റാസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 4ാമത്തെ മെത്തേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് 5ാമത്തതും ലാസ്റ്റത്തതുമായിട്ടുള്ള മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന്
ഇതിന് നമുക്ക് പാക്കേജ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാക്കേജ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. പാക്കേജ് ഒഴിവാക്കിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വീണ്ടും നമ്മളിവിടെ വന്ന് പ്രിൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് വേരിയബിളിൻ്റെ പേര് കൊടുത്തു, നെയിം. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ട്രിപ്പ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന്ന് ഏത് വാല്യൂ ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് റിമൂവ് ചെയ്ത് അതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം മാത്രമായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ഈ 5 രൂപത്തിൽ നമുക്കൊരു സ്ട്രിങ്ങിന്ന് ആവശ്യമുള്ള ഭാഗം റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയോ ചെയ്യാം. ഒന്നാമത്തേത് നമുക്കിവിടെ വന്ന് റീപ്ലേസ് എന്നുള്ള മെത്തേഡും, രണ്ടാമത്തെ സ്ട്രിങ്ങിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന മെത്തേഡും, അതേപോലെ പാർട്ടീഷൻ എന്നുള്ള മെത്തേഡും, അതേപോലെ തന്നെ നമുക്ക് സബ് RE എന്നുള്ള പാക്കേജിൻ്റെ ഉള്ളിൽ സബ് എന്നുള്ളത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ സ്ട്രിപ്പ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലെ വീഡിയോകൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും സംസാരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.